പക്ഷെ പൗരസമൂഹത്തിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിൽ. കോൺഗ്രസിന്റെ സാധാരണ സംഘടനാ കീഴ്വഴക്കങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ഇതിൽ വലിയ മുറുമുറുപ്പ് അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ കലാപക്കൊടി തന്നെയാണല്ലോ നിലവിൽ കോൺഗ്രസിൽ കാണുന്നത്. എന്താണ് അത്ഭുതം? കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് പുതുമയില്ല, ഒരു അത്ഭുതവുമില്ല. പക്ഷെ ഇത്ര നേരത്തെ വേണമായിരുന്നോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ശരിയാണ്. നമ്മൾ ഇത് ഗൗരവമായിട്ട് പരിശോധിക്കുമ്പോൾ 10 വർഷക്കാലം അധികാരത്തിൽ നിന്ന് പുറത്തു നിന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. 10 വർഷക്കാലത്തിന് ശേഷം അവർക്ക് അധികാരം കിട്ടുന്നു. അങ്ങനെ അധികാരം കിട്ടിയാൽ അവർ ആ അധികാരത്തെ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ശരി, ജനങ്ങൾ അവരെ ജയിപ്പിച്ചു, ജനങ്ങൾ അവർക്കൊപ്പമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? ജനങ്ങൾക്കൊപ്പം നിൽക്കണം. ജനങ്ങൾ മറ്റേ സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെ എന്തുകൊണ്ടാണ് പുറത്താക്കിയത്? അതിന് ഒത്തിരി കാരണങ്ങളിങ്ങനെ നമ്മൾ എടുത്തു വെച്ച് പറയും. CPM തന്നെ വിലയിരുത്തിയ കാരണങ്ങളിലൊന്ന് എന്ന് പറയുന്നത് അധികാര ആർത്തിയും ധാർഷ്ട്യവുമാണ് എന്നുള്ളതാണ്. ആണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള അതിൻ്റെ റീസൺ. അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് വേണം കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളം ഭരിക്കാൻ തുടങ്ങേണ്ടത്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം വിഷയമായിട്ട് നമ്മളതിനെ പരിശോധിക്കുമ്പോൾ അതിന് വലിയ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഒരു പ്രശ്നമായിട്ടല്ല ഇത് പരിഗണനയ്ക്കെടുക്കേണ്ടത്. ഇത് UDFൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എടുക്കേണ്ടത്. കാരണം UDFലെ എല്ലാ ഘടകകക്ഷികളും കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അധികാരത്തിന് പുറത്തായിരുന്നു. അവർ വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുണ്ടെങ്കിൽ അവർ കേരള സമൂഹത്തിനോട് കാണിക്കേണ്ടത് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തെ തിരിച്ചേൽപ്പിക്കും എന്നാണ് പറയേണ്ടത്. നിങ്ങൾ ഞങ്ങളിൽ നിന്നാണോ പ്രതീക്ഷിക്കുന്നത്, അതായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചു നൽകുക എന്നാണ് അവർ പറയേണ്ടത്. അതാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2 മാസമായിട്ടുള്ളൂ അല്ലേ? അതെ, 2 മാസം പൂർത്തിയാവും. അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾക്കും എത്രമാത്രം വിവാദങ്ങളാണ് ഈ മന്ത്രിസഭ ഉൾക്കൊള്ളുന്ന പാർട്ടികൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അത് ഗുണകരമായ ഒരു സഞ്ചാരമായി എനിക്ക് തോന്നുന്നില്ല. അതിൽ നമ്മൾ ആരെങ്കിലും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. മുഖ്യമന്ത്രി സതീശനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല, കോൺഗ്രസ് പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഈ സംവിധാനം ഇങ്ങനെ പോകുന്നത് ആർക്കും ഗുണകരമല്ല എന്ന തിരിച്ചറിവ് എല്ലാവർക്കും വേണ്ടതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാഷെ, പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിൽ ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസിന്റെ സംഘടനാ ശക്തിക്കപ്പുറം ഒരു ശക്തി സതീശനെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ബലം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. അത്തരത്തിൽ ആ ബലത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് പിന്തുണയായിട്ട് വരികയാണ്. അരിഞ്ഞു വീഴ്ത്താൻ ശ്രമിക്കുകയാണെങ്കിൽ വഴങ്ങിത്തരുന്ന ജനുസല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം VD ആർമി ഒക്കെ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വാചകങ്ങളെന്ന് പറഞ്ഞാൽ ഒരാളുണ്ടെങ്കിൽ പോലും ചെയ്യാവുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഒറ്റയാൾ മതി അല്ലേ? ഒരാളുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാലോ, ഒരാളുടെ പോലും ചെയ്യാവുന്നതാണ്. അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയ യുദ്ധങ്ങൾ നമ്മൾ ഒരിക്കൽ പോലും വലിയ ജനപിന്തുണയുടെ ലക്ഷണമായിട്ട് എടുക്കാനായിട്ട് പാടില്ല. നമ്മൾ പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി തീരുമാനത്തിന് നടന്ന നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ ജനകീയമായിട്ടുള്ള പിന്തുണ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വി ഡി സതീശന് തന്നെയാണ്. അതിലൊരു തർക്കമാരും ഉണ്ടാക്കേണ്ട കാര്യമില്ല. വി ഡി സതീശന് അത്തരത്തിൽ ഉള്ള ഒരു ശക്തി ലഭിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനായിട്ട് കഴിഞ്ഞത്. അദ്ദേഹം ആദ്യമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയാകുന്നത്, മന്ത്രിയായിട്ടില്ല ഇതുവരെയായിട്ട്, മുഖ്യമന്ത്രിയായി. പക്ഷേ ഇപ്പോൾ വിവാദങ്ങളുടെ നടുവിൽ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകൾ ഒക്കെ പരിശ്രമിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ പരിശ്രമിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളില്ലാതെ അദ്ദേഹത്തെ വീഴ്ത്താനായിട്ടാണ് ആളുകൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നിഷ്പക്ഷമതികളുടെയും അതേപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരുടെയും ചുമതല. പെട്ടെന്ന് ഓർമ്മ വരുന്നത് തീർച്ചയായിട്ടും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ
അത് തിരുത്തുക തന്നെയാണ് വേണ്ടത്. അത് ഏത് നേതാവിനും എന്താണ് മുമ്പോട്ടുള്ള യാത്രയിൽ ഗുണകരമാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അനാവശ്യപരമായിട്ട് വിവാദങ്ങൾ, അനാവശ്യ രാഷ്ട്രീയം വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കലാപക്കൊടി ഉയരണമോ എന്നുള്ള ചോദ്യം ഉയരുന്നത്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഒരു ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ ഏത് പരുവത്തിലാണോ ഒരു പ്രധാന നേതാവാക്കിയിരിക്കുന്നത്, ആ നേതാവ് കുട്ടികളെ കൊണ്ട് ചുടുചോറ് വാരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ പാർട്ടിയും ആ നേതാവ് ആ പരുവത്തിലേക്ക് ആക്കും. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. അത് വായിക്കാൻ നമുക്ക് അധികം സഹായം ആവശ്യമില്ല. ആ നേതാവ് കെ.സി. വേണുഗോപാലിവിടെ കുട്ടികളെ കൊണ്ട് ചുടുചോറ് മാന്തിപ്പിക്കുന്നു എന്നാണ് ആ പിതാവ് പറഞ്ഞതെന്നാണ് നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കേണ്ടത്. അങ്ങനെ അത്രേ ഉള്ളത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. ഇത് കെ.സി. അങ്ങനെ പറഞ്ഞതിന് എന്താ കുഴപ്പം? അപ്പോൾ അതാണോ വിഷയം? ആ വിഷയം നേരത്തെ തന്നെ ഉള്ള വിഷയമാണല്ലോ. കാരണം മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രധാനമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതും, തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഓരോരോ MLA-മാരെ കണ്ടെത്തി, അല്ലെ MLA ആക്കാൻ ഇന്ന ആളുകളെ കൊണ്ടുവന്ന് അവരെ MLA ആക്കുകയൊക്കെ ചെയ്യുകയും അവർക്ക് പണമൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതാണ്. ഒപ്പം തന്നെ ഈ CPM-നകത്ത് നിന്ന് വിമത സ്വഭാവം കാണിച്ച് പുറത്തു വന്ന ആളുകളുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കെ.സി. വേണുഗോപാലാണ്. അപ്പോൾ കെ.സി. വേണുഗോപാൽ ശരിക്കും ഇതിൻ്റെ ഒരു അന്തർധാരയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം കുട്ടികളെ കൊണ്ട് ഈ ചുടുചോറ് മാന്തിപ്പിക്കാനായിട്ട് നടക്കുന്നത് ന്യായീകരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. അത് ശരിയായ കാര്യമായിട്ട് ആളുകൾ എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ. അല്ലെ, യഥാർത്ഥ വായന നമ്മൾ നടത്തുമ്പോൾ അത് തന്നെയാണല്ലോ യാഥാർത്ഥ്യം. അതെ, അതിന് പക്ഷെ കാരണങ്ങൾ എറിഞ്ഞു കൊടുക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തയ്യാറാകാൻ പാടില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരാൾക്ക് വീഴ്ച പറ്റുമ്പോൾ ആ വീഴ്ച എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യലാണുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇന്ന് തന്നെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ വി.ഡി. സതീശൻ പങ്കെടുത്തില്ല. പക്ഷേ അതിന് പരിഹാരം കാണാൻ അദ്ദേഹം ശ്രമിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അനുസ്മരണ ചടങ്ങ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ നിരന്നു നിന്ന ആ സീൻ ഒഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, നേരെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ചെന്ന് പുഷ്പാർച്ചനയൊക്കെ നടത്തി. ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാമായിരുന്ന അത് പങ്കെടുക്കാതിരിക്കുകയും എന്നാൽ ഇതിൽ പങ്കെടുത്തില്ല എന്ന് ആരും പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, കല്ലറയിൽ പോയിട്ട് പുഷ്പാർച്ചന നടത്തി. അപ്പോൾ ഉമ്മൻചാണ്ടിയോട് അദ്ദേഹം കൂറു പുലർത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയം എപ്പോഴും സ്റ്റേജ് ഷോ അല്ല. ശരി, ഇതൊക്കെ സ്റ്റേജ് ഷോകളാണ് ശരിക്കും. രണ്ടു കൂട്ടരുടെ സ്റ്റേജ് ഷോകൾ കൊണ്ട് മാത്രം നമുക്ക് എപ്പോഴും വിജയിക്കാനായിട്ട് കഴിയില്ല. എപ്പോഴും രാഷ്ട്രീയത്തിന് ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അതിനൊരു ആത്മാർത്ഥതയുണ്ട്. ആ ആത്മാർത്ഥത എവിടെയെങ്കിലുമൊക്കെ തട്ടി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പോലും അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. പറഞ്ഞ പോലെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് കെ.സി. ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. കെ.സി. എന്തിനാണ് ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അതെ, കെ.സി. ഇഷ്ടപ്പെടേണ്ട കാര്യം കേരളത്തിലില്ല. കാരണം കെ.സി. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കാര്യമായിട്ടില്ല. പക്ഷെ കോൺഗ്രസ്സുകാർക്കിടക്ക് കെ.സി. പ്രിയങ്കരനാകാം. കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കെ.സിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ല. അതുകൊണ്ട് കെ.സിക്കെതിരായിട്ടായിരിക്കും പൊതുസമൂഹം എപ്പോഴും സംസാരിക്കുക. ഇങ്ങനെ ഇവർ തമ്മിലാണ് ഈ പോർവിളികൾ നടക്കുന്നത് എങ്കിൽ. പക്ഷേ കെ.സി. അങ്ങനെ പ്രകടമായിട്ടുള്ള രീതിയിൽ ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വരുത്താതിരിക്കാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പറഞ്ഞത് KSUക്ക് അഭിപ്രായം പറയാം, അവരുടെ അഭിപ്രായം ശരിയാണെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ അത് പറയേണ്ട രീതി ഇങ്ങനെയല്ല. അതിന് ഇവർ KSUവിനെ പഠിപ്പിക്കണം എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതാ ഇവരാരും പഠിപ്പിച്ചതായിട്ട് എനിക്കറിയാൻ പാടില്ല. KSU ഇങ്ങനെയൊക്കെയാണ് KSU എന്ന് നേരത്തെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും അതവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിരിക്കുന്ന പാർട്ടിയുടെ
ഒരു ഭാഗത്തിനോട് കൂറു പുലർത്തുന്ന തരത്തിലുള്ള പ്രകടനമായിട്ട് നമ്മൾ കണക്കാക്കും. നോക്കൂ, എറണാകുളം ജില്ലയിൽ നിന്ന് മറ്റൊരു KSU നേതാവ് വീഡിക്ക് വേണ്ടി സംസാരിക്കുന്നത് ടെലിവിഷനിൽ നമ്മൾ കണ്ടു. അതെ. അപ്പൊ ഇവര് ഗ്രൂപ്പ് പ്രവർത്തനമാണ്. ഇപ്പൊ ഇത് VD സതീശന്റെ പാർട്ടിക്കകത്തുള്ള ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്, പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമാണ്. മറ്റു ജില്ലകളിൽ നിന്നും പാർട്ടിക്ക് അകത്ത് VD സതീശന് സ്വാധീനമില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ്. എന്നാൽ പൊതുസമൂഹത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കേണ്ടതാണ്. കാരണം ADGP അജിത് കുമാറിനെ പോലെയുള്ള ആളുകളെ എന്തുകൊണ്ടാണ് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്, പ്രധാനപ്പെട്ടതാണ്. അത് യൂത്ത് കോൺഗ്രസ് ആണ് ശക്തമായിട്ട് ഉയർന്നത്. കാരണം തല്ലുകൊണ്ട യൂത്ത് കോൺഗ്രസ്സുകാർക്കാണ് അല്ലേ. അയാളാണ് തോമസ് അവിടെ MLA ആയതൊക്കെ ഈ തല്ലുകൊണ്ടതിൻ്റെ പേരിൽ മാത്രം MLA ആയിട്ടുള്ള ഒരാളാണ്. നേരത്തെ തോമസിനെ കേരളത്തിൽ ആരെങ്കിലും അറിയാമെന്ന് വെച്ചാൽ ആരും അറിയില്ലേ. അപ്പോൾ CPM തല്ലി രൂപപ്പെടുത്തിയെടുത്ത ഒരു MLA ആണ് ആ MLAയുടെ വേദന അയാൾ പറയും. അതിൽ തിരിമറി നടത്തിയ ഒരാളാണ് ADGP എങ്കിൽ നമ്മൾ ഭരിക്കുന്ന സമയത്ത് എന്തിനാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കാൻ പറ്റുന്ന തരത്തിലെ കാര്യങ്ങൾ നീക്കൊണ്ടുപോകുന്നത് അവർ ചോദിക്കും. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ വെറുതെ നടപടിയെടുക്കാൻ പറ്റില്ല. ഇക്കാര്യത്തിലൊക്കെ ശരിക്കും KSUക്കാര് CPM കണ്ടുപഠിക്കണം പല കാര്യങ്ങളിലും. അതെ, പിണറായി വിജയനെതിരെ വിമർശനം ഉയർത്താനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ ദിവസവും എല്ലാ മണിക്കൂറിലും SFIക്കാർക്കും മറ്റു DYFIക്കും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ അവര് നിശബ്ദമായിരുന്നു. അതിൽ രണ്ട് തരത്തിൽ നമ്മൾ അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. KSന്റെ പ്രവർത്തനത്തെയും നമുക്ക് രണ്ട് തരത്തിലാണ് മനസ്സിലാക്കുന്നത്. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികൾ, അധികാരത്തിൽ വരുന്ന സർക്കാരിന് പലപ്പോഴും പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനനുസരിച്ചോ അവർ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ആശയങ്ങൾക്കനുസരിച്ചോ പല ഘട്ടത്തിലും പ്രവർത്തിക്കാൻ പറ്റാതെ പോകും. അങ്ങനെ പറ്റാതെ പോകുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യേണ്ടത്, തിരുത്തുകയും ചെയ്യേണ്ടത് പാർട്ടിയുടെ പലതരത്തിലുള്ളതായിട്ടുള്ള പോഷക സംഘടനകളെ ചുമതലയാണ്. പക്ഷേ അത് ഏറ്റവും ഉചിതമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യണം എന്ന് അവർ പഠിക്കേണ്ടതാണ്. SFIക്കും DYFIക്കും മഹിളാ അസോസിയേഷനും അതേപോലെ തന്നെ കർഷക സംഘത്തിനും ഒക്കെ നേരിട്ട അപജയം എന്ന് പറയുന്നത് അവർ നിശബ്ദരായിരുന്നുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തെ നിറവേറ്റാതെ പോവുകയാണ് ചെയ്തത്. അങ്ങനെ SFI ശരിക്കും പറഞ്ഞതിനിടയിൽ നിഷ്പ്രഭമായി, DYFI നിഷ്പ്രഭമായി, മഹിളാ അസോസിയേഷൻ നിഷ്പ്രഭമായി. എല്ലാവർക്കും സംഭവിച്ചത് അവര് കുഴപ്പത്തിലായി എന്നുള്ളതാണ് സംഘടനാപരമായി. പക്ഷേ ഭരണകൂടത്തിന് തടസ്സങ്ങളില്ലാതെ പോകാനായിട്ട് അവർ മാറി നിന്ന് കൊടുത്തു എന്നുള്ളതാണ്. അത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അടിമകളായിട്ട് KSU മാറണം എന്നല്ല പറയുന്നത്. അഭിപ്രായം പറയണം, വിയോജിപ്പുകൾ രേഖപ്പെടുത്തണം. പക്ഷെ അതിന് അതിൻ്റെതായ പ്ലാറ്റ്ഫോമുകളും വേദികളും ഉണ്ട്. അതിലേക്ക് തന്നെയും വരുന്നത്. SFIക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ള രീതി അവർ അനുസരണയുള്ള കുട്ടികളായി മാറും. അത് അടിമത്തത്തിൻ്റെ തലത്തിലേക്ക് പോകും. KSU ആവട്ടെ അങ്ങനെ അനുസരണയുള്ള സംഘമല്ല, ഒരു അനുസരണയില്ലാത്തതായിട്ടുള്ള സംഘമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ അവർക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോകും. ഇത് രണ്ടും ശരിയല്ല. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്ന സമയത്ത് അതിനെ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തുകയും ചെയ്യുന്ന പറഞ്ഞ ചുമതല ഇവർക്കൊക്കെ ഉണ്ട്. അതവർ കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കണം. അത് കൃത്യമായി നിർവഹിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ നോക്കിയിരുന്ന അതെ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞവരെ അഭിനന്ദിക്കും. KSU ആയാലും SFI ആയാലും DYFI ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും ഒക്കെ അതാണ് പ്രശ്നം. അങ്ങനത്തെ ഒരു പക്വത നിറഞ്ഞ രീതിയിലുള്ള സമീപനത്തിലേക്ക് പലപ്പോഴും ഈ സംഘടനകൾക്കൊക്കെ പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ രണ്ട് സർക്കാരിൻ്റെ താരതമ്യ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ ഈ കാര്യമാണ് ചോദിക്കേണ്ടതെന്ന് തോന്നുന്നു. പക്ഷേ VD സതീശനെതിരെ ഒരു വലിയ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തി ആരാണെന്ന് വളരെ കൃത്യമായിട്ട് സതീശന് തന്നെ അറിയുകയും ചെയ്യാം. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസ്, മുഖ്യമന്ത്രി ഓഫീസ് പൂരപ്പറമ്പ് പോലെയാണെന്നാണ് അവിടെ പോയിട്ടുള്ള എല്ലാവരും പറയുന്നത്. അവിടെ പോയിരുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ കാണാനും പറ്റുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു നേതാക്കൾക്ക് പോലും കാണാൻ പറ്റുന്നു. അങ്ങനെയാണ് RV ബാബു കാണുന്നു, മറ്റേ ഹിന്ദു ഐക്യവേദി. ഇവിടെ അലോഷ്യസ് സേവ്യർ പറയുന്ന KSU സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് കള്ളമാണ് എന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. കാരണം
പേഴ്സണൽ സ്റ്റാഫിനോട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചു, അപ്പോയിൻമെൻറ്റ് ലഭിച്ചില്ല. ഈ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷെ അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചതായിട്ട് പേഴ്സണൽ സ്റ്റാഫ് ഇത് ചോദിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം പറയുന്നത് കളവാണ്. ഒരു വ്യാജ നെറേറ്റീവ്, വ്യാജ കഥ ഇറക്കുകയാണ്. അത് ആർക്കോ വേണ്ടിയിട്ടാണ്? എന്തിനാണ് ഈ വ്യാജ കഥ? ഇദ്ദേഹം ഇങ്ങനെ ഇത് വ്യാജമാണ് ഇദ്ദേഹം ചെയ്തതെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ കാണുമ്പോൾ ചിരിക്കേണ്ട ആവശ്യം? ചിരിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞത് കള്ളമാണെങ്കിൽ ചിരിക്കേണ്ട ആവശ്യമില്ല, ചിരിക്കാതെ പോകാലോ. ശരിയാണോ? സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെല്ലാ മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. സത്യസന്ധമാണ് ഇവരെല്ലാവരും. PD സതീശൻ അടക്കമുള്ള ആളുകൾ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങനെ സത്യസന്ധമായിട്ടാണ് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അല്ല, അതിന് കാരണങ്ങൾ, അവരുടേതായ കാരണങ്ങളുണ്ട്. സംഘടനക്കകത്ത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് പ്രതിഫലിക്കുന്നത്. ഞാൻ പറയുന്നത് PD സതീശനെ കാണണമെങ്കിൽ ഇദ്ദേഹത്തിന് നേരിട്ട് പോയി കാണാമെന്നുള്ളൂ. അങ്ങനെ കാണണം. അങ്ങനെ കാണാൻ കഴിയുന്നതാണ് രാഷ്ട്രീയം. കാരണം രാഷ്ട്രീയം ഒരിക്കലും ഈ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളായി മാറാൻ പാടില്ല. ഔദ്യോഗിക സംവിധാനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ ഭരണ സംവിധാനത്തിൻ്റെ പൽചക്രങ്ങൾ എന്ന് പറയുന്നത് അത് മനുഷ്യത്വമില്ലാത്തതാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്, രാഷ്ട്രീയ നേതാവിനെ കാണണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് വേണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയ നേതാവിനെ കാണാൻ നമുക്ക് സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാകും. അല്ലെങ്കിൽ അതാവില്ല. പിണറായി വിജയനെ കാണാനായിട്ട് ചെന്ന ഒരു സംഘം ആളുകൾ, അവരോട് ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ ചോദിച്ചു, നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ? അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടതില്ല. രാഷ്ട്രീയ കാര്യത്തിലാണെന്ന് വെച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ കയ്യിലെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ അപ്പോയിൻമെൻ്റ് എടുക്കാം. സർക്കാർ സംവിധാനങ്ങളുടെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അല്ലാത്തടത്ത് എന്തിന് അപ്പോയിൻമെൻറ്റ്? രാഷ്ട്രീയത്തിൽ അപ്പോയിൻമെൻ്റ് ഇല്ല. രാഷ്ട്രീയത്തിൽ നേരിട്ട് കാണാനായിട്ട് പറ്റാം. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരാളെ, നമ്മുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി, സാക്കിൾ ഓടി വരികയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ രാത്രി 12 മണിക്കായിരിക്കും. നമ്മളപ്പോൾ എന്താണ് രാത്രി കയറി വന്ന് ചോദിക്കാൻ പാടില്ല. 12 മണിക്ക് അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഷർട്ടിട്ട് ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ ഒരു കാരണവശാലും ഈ ഔദ്യോഗിക സംവിധാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തി. PD സതീശന്റെ ഈ ഒരു പ്രതികരണത്തിന് പിന്നിൽ നമ്മൾ ഈ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇതിന് പിന്നിൽ പല കളികൾ നടക്കുന്നുണ്ടാവുമല്ലോ. അതൊരാളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട്, വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ അലോഷ്യസ് ഇവരെ ഒന്ന് കണ്ടിട്ട് കൈയൊക്കെ കൊടുത്ത് തോളത്തൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ പുഷ്പം പോലെ പ്രശ്നം സോൾവ് ആകുമായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല എന്നതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള പല കളികളും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ബോധപൂർവം തന്നെ ഒരുപക്ഷെ അലോഷ്യർ കള്ളം പറഞ്ഞതാണ്. ഞാൻ എന്തിന് ചിരിക്കണം? എൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടില്ല, പേഴ്സണൽ സ്റ്റാഫിൻ്റെ അടുത്ത് അപ്പോയിൻറ്റ് ചോദിച്ചിട്ടില്ല. ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവൻ എനിക്കെതിരെ കളിക്കുകയാണ് എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിരിക്കേണ്ടല്ലോ. അതെ, അങ്ങനെയാണല്ലോ. അയാൾക്കെതിരായിട്ട് പെരുമാറുകയാണ് എന്ന് അയാൾക്ക് തോന്നുന്നു, അയാൾ അങ്ങനെ പ്രതികരിക്കുന്നു. ഞാൻ പറഞ്ഞെന്താണ്, ഇതല്ല രാഷ്ട്രീയം എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ല രാഷ്ട്രീയം. അഭിനയമല്ല രാഷ്ട്രീയം. അഭിനയമല്ല രാഷ്ട്രീയം എന്നാണോ? അഭിനയമല്ല രാഷ്ട്രീയം. ഈ പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള ബന്ധത്തിൽ അഭിനയത്തിന് പ്രസക്തിയില്ല. പുറത്ത് അഭിനയിക്കാം, പുറത്തുള്ള ആളുകളായിട്ടുള്ള പ്രവർത്തനത്തിൽ അഭിനയിക്കാം. പാർട്ടിക്ക് അകത്തുള്ള ആളുകൾ തമ്മിൽ, ഏത് പാർട്ടിയായാലും അഭിനയത്തിന് ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അഭിനയിക്കുന്ന ആളുകളെ പക്ഷെ അതിന്റെ പിന്നാലെ വരുന്ന ആൾക്കാരെന്തെങ്കിലും അംഗീകരിക്കില്ല, അതാണ് പ്രശ്നം. പക്ഷെ അഭിനയമേ നമ്മൾ കാണുന്നുള്ളൂ നിലവിൽ രാഷ്ട്രീയത്തിൽ. നിലവിൽ രാഷ്ട്രീയത്തിൽ അഭിനയമേ കാണുന്നുള്ളൂ. അതെന്താ നമ്മളുടെ രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരം തർക്കങ്ങളുണ്ടാവും, ഇത്തരം വിവാദങ്ങളുണ്ടാവും. അല്ലെ എൻ്റെ പാർട്ടിയിൽ എന്തിനു തർക്കമുണ്ടാവണം എനിക്കെതിരെ എന്ന് ഞാൻ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് അഭിനയമുണ്ട്, കളിയുണ്ട്, കുതിയാൽ വെട്ടുണ്ട്, പല പരിപാടികളുണ്ട്. അതൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അതൊന്നും എല്ലാവർക്കും കാണാൻ പറ്റില്ല. കാണുന്നവരതിനനുസരിച്ച് പ്രതികരിക്കുന്നു. സതീശൻ അങ്ങനെ തോന്നി. ഇവൻ മറ്റവരുടെ കൂടെ ചേർന്ന് എന്നെ ശരിപ്പെടുത്താൻ നടക്കുകയാണ്. നിന്നെ നോക്കി എനിക്ക് ചിരിക്കാൻ സൗകര്യമില്ല എന്ന് തന്നെയാണ് സതീശൻ എന്ത് ചെയ്തത്. ആ പ്രവൃത്തിയുടെ അവരോട് കാണിച്ചു കൊടുത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുക. നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ വേറെ രീതിയിൽ ചർച്ച ചെയ്യണം മാത്രമേ ഉള്ളൂ. പക്ഷേ പാർട്ടിക്കകത്ത് നടക്കുന്ന അത് ചെറുതേ തോതിലൊന്നുമല്ല.
വലിയ തോതിൽ എല്ലാ പാർട്ടികളിലും നടക്കുകയാണ്. ഈ സ്വഭാവം കൊണ്ടാണ് നിലവില് കോൺഗ്രസിൽ ഈ സ്വഭാവം കൊണ്ടാണ് ഗതിവിധിക്കാത്തൊരു പാർട്ടിയായി ഇന്ന് എവിടെയും ഇല്ലാത്തൊരു പാർട്ടിയായി. ഇപ്പൊ കേരളത്തിലാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരു ഇത് ഇതായിക്കൊണ്ടിരിക്കും. ഇവിടെ കേരളത്തിൽ അത് യഥാർത്ഥത്തിൽ ഈ KSU കുട്ടികൾ മനസ്സിലാക്കണ്ടേ, അല്ലെങ്കിൽ മറ്റ് നേതാക്കള് മനസ്സിലാക്കണ്ടേ? അല്ല, ഇവരെല്ലാം ഒരേ കളരിയിൽ പഠിച്ച് വളർന്നു വരുന്ന അഭ്യാസികളല്ലേ. അവരത് മനസ്സിലാക്കണമെന്നാണ് ഗൗതം കരുതുന്നത്. അവർക്കത് കൃത്യമായിട്ട് അറിയാം. അവരത് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടത്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, അലോഷ്യസ് ഒരു പ്രസ്താവനയൊക്കെ നടത്തി പോയി കഴിയുമ്പോൾ കുറേ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അലോഷ്യസിനെതിരെ പ്രസ്താവന നടത്താൻ KSUവിൻ്റെ എറണാകുളം ജില്ലയിൽ ഒരു നേതാവ് വരികയാണ് ചെയ്തത്. എന്തിനാണത്? അത് ഈ കളിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു റെസ്പോൺസാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇത്തരം കളികളിലൂടെയാണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നത്. അത് അതിൻ്റെ ഒരു എന്താണ് സ്വാഭാവികമായിട്ടുള്ള ബലതന്ത്രത്തിലൂടെ അത് ബാലൻസ് ചെയ്ത് പോകുകയായിരിക്കും. കുഴപ്പമൊന്നും നമ്മൾ വിചാരിക്കുന്ന വേറെ പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ പുറത്തൊന്നും മന്ത്രിസഭയിലും ഉണ്ടാകാൻ പോകുന്നില്ല, കോൺഗ്രസിലും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും ഇതിനെയൊക്കെ VD സതീശൻ കൃത്യമായിട്ട് മറികടക്കും. അദ്ദേഹത്തെ വീഴ്ത്താനൊന്നും ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് പറയാൻ. അതെ, വീഴ്ത്താൻ മറ്റുള്ളവർ വിചാരിച്ചാലേ പറ്റില്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വീഴാതിരിക്കാനായിട്ടുള്ള കഴിവ് തന്നെ കാണിക്കും. ഇതുവരെയുള്ള സതീശൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെ വീണിട്ടില്ല. അദ്ദേഹം വീഴാത്തതിൻ്റെ പേരിലാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രി. അല്ലെങ്കിൽ നമുക്ക് വീഴും എന്ന് തോന്നിയ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം കുതിച്ചു പൊങ്ങിയിട്ടുണ്ട്. അല്ല, വീഴാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ കഴിയും. തീർച്ചയായും മുഖ്യമന്ത്രിയായ ഒരു സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനി ഉള്ള കളികളൊക്കെ നേരത്തെ കളിച്ച കളികളേക്കാൾ ചെറുത് മാത്രമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി ഒരു അധികാര കേന്ദ്രമാണ്. ആ അധികാര കേന്ദ്രത്തെ മറികടക്കാനായിട്ട് കോൺഗ്രസിൽ എങ്ങനെ മറ്റധികാര കേന്ദ്രങ്ങൾ കാര്യമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. CPM പോലും സംഘടനാ സംവിധാനത്തിൻ്റെ ശക്തിയെപ്പോലും മറികടക്കാനായിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിണറായി വിജയൻ എങ്ങനെയാണ് ഇതിനെയൊക്കെ മറികടന്നു പോയത് എന്ന് കണ്ട് പഠിച്ച് വളർന്നു വന്ന ഒരാളാണ് സതീശൻ. പിണറായി എതിർക്കുമ്പോഴും സതീശനിലെ ഒരു പിണറായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം.